ഒരുപാട് കുടുംബക്കാർ ഈ സ്വത്തിന് വേണ്ടി തർക്കിക്കുന്നത് എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ കോടതിയൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം അമ്മയെ തിരിച്ചറിയത്തില്ല, ചേട്ടനെ തിരിച്ചറിയത്തില്ല, അനിയനെ തിരിച്ചറിയത്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഈ സ്വത്ത് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെയുള്ള കുടുംബക്കാർക്ക് എനിക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ മണ്ണ് നിങ്ങൾ ഇന്നലെ വരെ ഈ മണ്ണ് നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട സ്വന്തക്കാരുടെ ആയിരിക്കും. ഇന്നിപ്പം നിങ്ങൾ ഈ മണ്ണിന് വേണ്ടി അവകാശപ്പെടുന്നു, നാളെ ആ മണ്ണ് വേറെ ആരുടെയെങ്കിലുമൊക്കെ ആയിരിക്കും. മണ്ണ് അവിടെ തന്നെ കാണും. ഇതിൻ്റെ അവകാശികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളൊരു സ്വത്തിന് വേണ്ടി വാദിക്കുമ്പോൾ നമ്മളൊരു ഉപദേശകനെ തേടേണ്ടി വരും. അദ്ദേഹത്തിന് എന്തായാലും സാമ്പത്തിക ആയിട്ട് നമ്മളെന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സ്ഥിരം നമ്മൾ ഈ ബാങ്കിലും ഈ ഉപദേശൻ്റെ അടുത്തും സ്ഥിരം മാറിയും തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. ആ പോകുന്ന സമയം തന്നെ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, മുട്ട് തേയ്മാനം വരും. അവസാനം നമ്മൾ ഇച്ചിരി ആശുപത്രിയിലും ഇച്ചിരി പൈസ ചിലവാക്കേണ്ടി വരും. ഏത് മണ്ണിന് വേണ്ടി നിങ്ങൾ വാദിച്ചോ ആ മണ്ണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ മണ്ണിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് അന്ത്യം ഉറങ്ങേണ്ടി വരും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും. ഒറ്റ ആൾ നിങ്ങളുടെ കൂടെ കാണത്തില്ല. നമ്മൾ ഒരു ഉപദേശത്തിന് തിരക്കി പോകുമ്പോഴേ അവനിക്ക് ഈ കടുവയ്ക്ക് ആഹാരം കൊടുക്കുന്ന നടക്കുക. ആഹാരത്തിൻ്റെ അളവ് പറഞ്ഞാൽ മതി, നിങ്ങളെ തന്നെ അവർ ആഹാരമായിട്ട് കഴിച്ചോളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ കേസിനും വഴക്കിനും ഒന്നും പോകാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർക്കുക. ഒന്ന് രണ്ടുപേരുടെ പിടിവാശിയാണ് മിക്ക കുടുംബത്തിലും ആ കുടുംബത്തിന് നാശത്തിലേക്ക് വന്ന് നയിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട.